بسم الله الرحمن الرحيم يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ അധ്യക്ഷൻ, സ്നേഹം നിറഞ്ഞ വാർഡ് കൗൺസിലർ ഷുക്കൂർ സാഹിബ്, എട്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രയാസകരമാകുകയാണ്. വളരെയധികം കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആളുകൾ പല നാട്ടിലും ജീവിച്ചു പോകുന്നത്. ഒരു വിധ പ്രയാസകരമായ പ്രശ്നങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. അതിലേറ്റവും പ്രധാനം മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഒക്കെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അത് പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്, പൗരസ്ത്യ രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ഇങ്ങനെ പോയാൽ നൂറ്റാണ്ടുകളോളം കഷ്ടപ്പെട്ട് നാം കെട്ടിപ്പടുത്തിട്ടുള്ള നമ്മുടെ സാംസ്കാരിക സൗധങ്ങളൊക്കെ തച്ചുടയ്ക്കുകയും ജീവിതം നശിപ്പിക്കുകയും ആവും ഫലം എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ മതം എന്താണെന്നും മാനവികത എന്താണെന്നും നവോത്ഥാനം എങ്ങനെയുണ്ടാകുമെന്നും ബോധ്യപ്പെടുത്തുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ലോകത്തെ ഇതുവരെയുള്ള മനുഷ്യ സമൂഹങ്ങളുടെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു വസ്തുത, മനുഷ്യ സമൂഹം ഒരു സമൂഹം എന്ന നിലയിൽ ജീവിച്ച എല്ലാ പ്രദേശങ്ങളിലും ആ മനുഷ്യരോടൊപ്പം ദൈവവിശ്വാസമുണ്ടായിരുന്നു എന്നതാണ്. ദൈവവിശ്വാസമാണ് മതത്തിന്റെ ഒന്നാമത്തെ അടിത്തറ. അത് എത്ര പഴയ ചരിത്രമായാലും, ഇപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും പഴയ ചരിത്രം മോഹൻജാദാരോ, ഹാരപ്പ സംസ്കാരങ്ങളുടെ ചരിത്രമാണ്. ഇപ്പൊ 4000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയുന്ന കുറെ സംസ്കാരങ്ങളുണ്ട് ലോകത്ത്. ഭാരതീയ സംസ്കാരമുണ്ട്, റോമൻ സംസ്കാരമുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട്, ബാബിലോണിയൻ സംസ്കാരമുണ്ട്, ഒരുപാട് സംസ്കാരങ്ങൾ. ആ സമൂഹങ്ങളിലൊക്കെ തന്നെയും ദൈവവിശ്വാസമുണ്ടായിരുന്നു, അവരിലൊക്കെ തന്നെയും മതവിശ്വാസമുണ്ടായിരുന്നു.
അവരിലൊക്കെ തന്നെയും ആരാധനകൾ ഉണ്ടായിരുന്നു, അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ജീവിച്ച മനുഷ്യർ അവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ പോലും കഴിയാതിരുന്ന ഒരു കാലത്ത് അവരിൽ ഒരുപോലെ മതവിശ്വാസവും ദൈവവിശ്വാസവും അതിന്റെ ഫലമായുള്ള മൂല്യങ്ങളും ഉണ്ടായി എന്ന് നമ്മൾ ആലോചിക്കണം. പുതിയ തലമുറ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വളരെ മുമ്പിലാണ്. കഴിഞ്ഞ കാലത്തെപ്പോലെയല്ല ഇന്നവർക്ക് അവരുടെ ജീവിതം. ഇന്ന് ജീവിതം എളുപ്പമാക്കുവാൻ വേണ്ടിയുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. വാർത്താ വിനിമയ രംഗത്തും അതുപോലെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വാഹനങ്ങളുടെ കാര്യത്തിലും ഒക്കെ തന്നെയും വളരെ സ്പീഡിലുള്ള, വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അനുഭവങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. അത്ര സ്പീഡിലാണ് ശാസ്ത്രത്തിന്റെ വളർച്ച. പക്ഷേ ഈ വളർച്ച മൂലം മനുഷ്യന്റെ സാംസ്കാരിക രംഗത്ത് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നില്ല. സാംസ്കാരിക രംഗം തകരുന്നുണ്ട്. മൂല്യങ്ങളും ധാർമ്മികതയും ഇല്ലാത്തതിന്റെ പേരിൽ പ്രയാസങ്ങളുണ്ട്. ഒരുപാട് പീഡനങ്ങളും ചൂഷണങ്ങളും നടക്കുന്നുണ്ട്. മനുഷ്യരിൽ ചിലരെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും UN പോലുള്ള ലോകവേദികളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് മനുഷ്യാവകാശമായത്. മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ ഓരോ ഘടകങ്ങളിലേക്കും എത്തുകയും വളരെ ചെറിയ നിലയിൽ അത് അപഗ്രഥിച്ച് വലിയ നിലയിൽ പഠനം നടത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായത്. സ്ത്രീകളോടുള്ള പീഡനം, അവരുടെ ആളുകളുടെ ചൂഷണ മനസ്ഥിതി, കുട്ടികളോടുള്ള സമീപനം, വൃദ്ധന്മാരോടുള്ള സമീപനം, തൊഴിലാളികളോടുള്ള സമീപനം, അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ രംഗത്ത് ജീവിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാക്കുക എന്നത് ഇന്നിന്റെ ഒരു അടിയന്തര ആവശ്യമായിട്ടുണ്ട്. ഇതിന് ഭൗതിക ശാസ്ത്രത്തിന് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവും നൽകാനില്ല. ഇപ്പൊ വെടിമരുന്ന് കണ്ടുപിടിച്ചത് മനുഷ്യരെ ആക്രമിക്കാനായിരുന്നില്ല അത്രേ. അത് കണ്ടുപിടിച്ചത് പാറക്കെട്ടുകൾ പൊട്ടിച്ച് മനുഷ്യർക്ക് വീടുകൾ നിർമ്മിക്കുവാനും പാലങ്ങൾ നിർമ്മിക്കുവാനും റോഡുകൾ നിർമ്മിക്കുവാനും ഒക്കെ അത് ഉപകരിക്കുമെന്നതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് മനുഷ്യർ അതുപയോഗിച്ച് മനുഷ്യനെ കൊല്ലാൻ തുടങ്ങി, വെടിവെക്കാൻ തുടങ്ങി, ബോംബുണ്ടാക്കാൻ തുടങ്ങി. ഒരു കത്തി നിർമ്മിക്കുന്ന മനുഷ്യൻ ആ കത്തി നിർമ്മിച്ചാൽ ഇത് പച്ചക്കറിയും പഴങ്ങളും മുറിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞാലും ശരി, അത് വാങ്ങിക്കൊണ്ടു പോകുന്ന മനുഷ്യന്റെ അറുക്കാൻ ഉപയോഗിച്ചാലോ? ഇവിടെയാണ് ഇപ്പൊ വസ്ത്രം ഉണ്ടാക്കുവാൻ ശാസ്ത്രത്തിന് കഴിയും, പക്ഷേ വസ്ത്രം ധരിക്കണം എന്ന ഒരു ഉപദേശം നൽകാൻ ശാസ്ത്രത്തിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇപ്പൊ നമുക്ക് ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാ. ഇപ്പൊ നോക്കൂ, വൃദ്ധദിനത്തിൽ വൃദ്ധന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് നിയമങ്ങൾ പറയുന്നു. അവരുപദ്രവിക്കരുതെന്ന് പറയുന്നു, അവർ സംരക്ഷിക്കണമെന്ന് പറയുന്നു. വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്കെതിരെ നിയമ നടപടികൾക്ക് വേണ്ടി സുപ്രീം കോടതി പോലും നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നതല്ല. ഒരു പക്ഷേ ഈ ദയാവധമൊക്കെ ആലോചനയ്ക്ക് വന്നതിന്റെ പിന്നിൽ അത്തരത്തിലുള്ളൊരു ചിന്തയായിരിക്കാം. ഇപ്പൊ കേരളത്തിൽ തന്നെ നിയമ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനായ VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ അവർ തയ്യാറാക്കിയ നിയമപരിഷ്കരണ ശുപാർശകളിൽ വൃദ്ധനയം ആകാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയും ദയാവധം ആവാമെന്ന് പറഞ്ഞത് ഇതുവരെയും നടപ്പിൽ വരുത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലുള്ള പ്രായം ചെന്ന ആൾക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. എന്താ സംഭവിക്കുന്നത് എന്നല്ലേ, എല്ലാത്തെയും ഭൗതികമായി കാണുക, എല്ലാത്തിൻ്റെയും ഭൗതിക ഗുണങ്ങൾ മാത്രം. ഒരു മനുഷ്യനൊന്ന് പുഞ്ചിരിക്കുന്നത് പോലും അതിന്റെ പുറകിൽ ഭൗതികമായൊരു നേട്ടം പ്രതീക്ഷിക്കുക. അങ്ങനെ പോയാൽ ഓരോരുത്തരും മത്സരിക്കുകയും സുഖിക്കുകയും ആനന്ദിക്കുകയും എന്നല്ലാതെ യാതൊരു ധാർമ്മികതയും നിലനിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ടാണ് മതം നിലനിൽക്കണം, എന്നാലേ ധാർമ്മികതയുണ്ടാവുള്ളൂ എന്ന് നാം പറയുന്നത്. ഇവിടെ മതത്തെക്കുറിച്ചും ചില പ്രശ്നങ്ങളുണ്ട്. മതം ഇന്ന് ആളുകൾക്ക് വർഗീയതയായി അനുഭവപ്പെടുന്നു. അതിന്റെ പേരുണ്ടാകുന്നു, അതിന്റെ പേരിൽ അങ്ങനെ വെറുക്കുന്നു. എന്നിട്ട് ആരാധനാലയങ്ങളുടെയും ആരാധ്യ വസ്തുക്കളുടെയും പേരിൽ മനുഷ്യർ തമ്മിൽ അകലുന്നു. ആഴത്തിലേക്ക് ചിന്തിച്ചാൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് വേദം പഠിച്ച ആളുകൾക്കറിയാം. ഇപ്പൊ ഹിന്ദുമത ഗ്രന്ഥങ്ങളിലോ
ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലോ ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളിലോ എവിടെയും മനുഷ്യൻ ജാതിയുടെയും മതത്തിന്റെയും ഒന്നും പേരിൽ മനുഷ്യനെ ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. ഇല്ല എന്ന് മാത്രമല്ല, അന്യനെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാകുന്നു എന്ന് വേദഗ്രന്ഥങ്ങളെല്ലാം പറയുന്നുണ്ട്. അവസാനം വന്ന ഗ്രന്ഥം എന്ന നിലയിൽ ഖുർആൻ കൃത്യമായി പറഞ്ഞു, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. ഖുർആനിൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് തുടങ്ങുന്ന അഭിസംബോധന ഒരു ഏകലോകക്രമത്തെക്കുറിച്ചും ഏക മാനവികതയെക്കുറിച്ചുമുള്ള സന്ദേശത്തിന്റെ സൂചനകളാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം തമ്പുരാൻ, ഈശ്വരൻ, പടച്ചവൻ അല്ലാഹു ഏകനാകുന്നു എന്നതും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത് മലേഷ്യയിൽ നിന്ന് വന്ന ഒരു കോടതി വിധി നമ്മയൊക്കെ ദുഃഖിപ്പിക്കുന്നതാണ്. കാരണം അല്ലാഹു എന്ന പദം മുസ്ലിങ്ങൾ അവരുടെ ദൈവത്തെ കുറിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് കോടതി വിധി ഉണ്ടായത്. ഖുർആനിന്റെ ഭാഷയിൽ ചിന്തിച്ചാൽ അത് അസംബന്ധമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഖുർആനിൽ എവിടെയും അല്ലാഹു മുസ്ലിങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല. റബ്ബുൽ ആലമീൻ എന്നാണ്. ലോകത്തെ മുഴുവൻ ആളുകളുടെയും എല്ലാ ലോകത്തിന്റെയും രക്ഷിതാവായ അല്ലാഹു എന്നാണ്. അല്ലാഹു എന്നാണ് അറബി ഭാഷയിലുള്ള ബൈബിളിൽ, നമ്മുടെ മലയാള ബൈബിളിൽ കർത്താവ് എന്നോ യഹോവ എന്നോ പറയുന്നതിന് വിവർത്തനമായി ക്രൈസ്തവർ ഉപയോഗിക്കുന്ന അൽ കിതാബുൽ മുഖദ്ദസ് എന്ന അറബി ബൈബിളിലുള്ളത്. ഭാരതീയ ഗ്രന്ഥങ്ങൾ രാമായണവും മഹാഭാരതവും പഞ്ചതന്ത്ര കഥകളുമൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്തതിൽ ഭഗവാൻ പറയുന്നു, അല്ലെ ഈശ്വരൻ പറയുന്നു എന്നതിന് അറബിയിൽ എഴുതിയിട്ടുള്ളത് ഖാലല്ലാഹു തആല എന്നാണ്. അപ്പൊ ഭാഷയുടെ വ്യത്യാസം എന്നതിൽ കവിഞ്ഞ് ഈശ്വരനെ, ദൈവത്തിനെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് ദൈവത്തോട് ചെയ്യുന്ന ഒരക്രമമാണ് എന്ന് ആളുകൾ ഇനിയും മനസ്സിലാക്കണം. ഒരു പ്രത്യേകതയും സവിശേഷതയും ഉള്ളത്, അറബി ഭാഷയിൽ അല്ലാഹു എന്ന് പറഞ്ഞാൽ ഏകനായ, സർവശക്തനായ, സർവജ്ഞനായ, ജനനവും മരണവുമില്ലാത്ത, ഏകവചനമല്ലാതെ ബഹുവചനമോ ദ്വിവചനമോ ഇല്ലാത്ത അന്യൂനമായ സ്വഭാവങ്ങളുള്ള ദൈവം, അത് സൂചിപ്പിക്കുവാൻ ഏറ്റവും ഫിറ്റായ ഒരു പദമാണ് അല്ലാഹു എന്ന് മാത്രം. ഏറെക്കുറെ സംസ്കൃതത്തിൽ ഓം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃത നിഘണ്ടുവിൽ പറയുന്നത് സർവശക്തനായ, സർവലോക രക്ഷിതാവായ ഏകനായ ദൈവം എന്നാണ്. ഇപ്പൊ സംസ്കൃതത്തിൽ അങ്ങനെ പറയുന്നു, അറബിയിൽ ഇങ്ങനെ പറയുന്നു, മലയാളത്തിൽ മറ്റൊന്ന് ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരേ ഒരു ദൈവത്തിന്റെ സൃഷ്ടികൾ അവരിൽ കാണുന്ന വ്യത്യാസത്തിന്റെയും വൈവിധ്യത്തിന്റെയും പേരിൽ പരസ്പരം തമ്മിലടിക്കാൻ പാടില്ല എന്നതാണ് മതത്തിന്റെ നിയമം എന്നതാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം ഏറ്റവും വലിയ ബഹുസ്വര സമൂഹത്തിലെ മതജീവിതത്തിന്റെ ആണിക്കല്ലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിലേക്ക് യാതൊരു വിധത്തിലുള്ള ബലാത്കാരവും പാടില്ല. ഇതൊക്കെയാണ് മതത്തിലുള്ളതെങ്കിലും മതത്തിന്റെ പേരിൽ വെറുക്കുന്ന, ദൈവത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്വഭാവം മതത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അത് മതമല്ല എന്ന് പറയാൻ ഈ സമ്മേളനത്തിന്റെ ബാനറിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്ത് മലയാളികളുള്ള, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലും ബോംബെയിലും മദ്രാസിലും ബാംഗ്ലൂരിലും ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ മലയാളികളുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സന്ദേശ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ലോകത്തേക്ക് ദൈവം അയക്കുന്ന മഹാന്മാരായ പ്രവാചകന്മാർ ദൈവത്തിന്റെ വചനങ്ങളാണ് ഓതിക്കൊടുക്കുന്നത്. ആദ്യകാലത്ത് വന്ന പ്രവാചകന്മാരെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് പ്രവാചകന്മാർ വന്നത്. ആദ്യം അവതരിച്ച വേദഗ്രന്ഥങ്ങളുടെ പുനഃപ്രഖ്യാപനമാണ് പിന്നീട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അതിന്റെ മുമ്പ് വന്നിട്ടുള്ള യേശുക്രിസ്തുവിന്റെയോ മോസസിന്റെയോ നോഹ പ്രവാചകന്റെയോ മറ്റേതെങ്കിലും പ്രവാചകന്മാരുടെയോ സന്ദേശത്തിനെതിരല്ല എന്ന്
നമ്മൾ മനസ്സിലാക്കണം. പ്രയാഗിലെ വലിയ സന്യാസിയും സ്വാമിയുമായ ഓംകാരാനന്ദ് സരസ്വതി അവർകൾ ഡൽഹിയിൽ ചേർന്ന സർവമത സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി, നാം സനാതനധർമ്മികളാകുന്നു. സനാതനധർമ്മികളാകുന്നു. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഏകേശ്വര വിശ്വാസമാകുന്നു, എല്ലാ ധർമ്മത്തെയും ഉൾക്കൊള്ളുന്നതാകുന്നു. അതുകൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതാണ് സനാതനധർമ്മം. അത് ഹൈന്ദവ ധർമ്മത്തിനെതിരല്ല എന്ന് മാത്രമല്ല, നമ്മുടെ പാരമ്പര്യ ഭാരതീയ ദർശനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം ആ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു ഏകമാനവതയെക്കുറിച്ചുള്ള ഒരു വിശ്വാസം പ്രചരിപ്പിക്കുക എന്നത് നാട്ടിൽ സമാധാനം നിലനിൽക്കുവാൻ കൂടി ആവശ്യമാണ്. ഇത് പലപ്പോഴും ആളുകൾ അറിയാതെ പോയത് പുരോഹിതന്മാർ മതത്തെ മറ്റൊരു രൂപത്തിൽ പരിചയപ്പെടുത്തിയതുകൊണ്ടാണ്. പുരോഹിതന്മാർ മാത്രം വേദം പഠിക്കുകയും അവർ പറയുന്നത് ദൈവിക നിയമങ്ങളാണെന്ന് പഠിപ്പിക്കപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നാട്ടിൽ മതമായി പ്രചരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ മതത്തെ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു, ഉത്തരേന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്ര പരിസരത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണനിധിയുണ്ട് എന്ന് ഒരു സന്യാസി സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഖനനം ആരംഭിച്ചു. ഖനനം നടത്തി ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട് അതിന് ശ്രമിച്ചവർ പിരിഞ്ഞുപോയി. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസത്തിനെതിരെ ഒരു ബില്ല് കൊണ്ടുവരുവാൻ പരിശ്രമിച്ച, വർഷങ്ങളായി അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകനെ ചില മതവിശ്വാസത്തിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകൾ കൊന്നുകളഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും നമുക്കറിയാം, 6000 കോടി രൂപ വാർഷിക ടേൺ ഓവറുള്ള ദിവ്യന്മാരുണ്ട് എന്നാണ്. അത് ആശാറാം ബാപ്പു എന്ന പേരായാലും യൂസുഫ് സുൽത്താനായാലും യോഹന്നാനായാലും എല്ലാ ആത്മീയ കേന്ദ്രങ്ങളുടെയും കഥ അതാണ്. ഇത് അന്ധവിശ്വാസമാണ് എന്ന് പറയാൻ ഇന്ന് ഈ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ ദൈവത്തിന്റെയും ആത്മീയതയും പേരിൽ നടക്കുന്ന ചൂഷണങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടി പറയാൻ ഇവിടെ ഉള്ളൂ. സർക്കാർ പലപ്പോഴും മത സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന ഭരണഘടനയുടെ നിർദ്ദേശപ്രകാരം ഈ അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിർത്തേണ്ടി വരുന്നു. മാത്രവുമല്ല, പലപ്പോഴും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് കടമായോ വെറുതെയോ സംഭാവന സ്വീകരിക്കാൻ ഈ ആത്മീയവാദികളെ സമീപിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മതത്തിന്റെ പേരിൽ ചൂഷണമുണ്ടാകുന്നു, മതത്തിന്റെ പേരിൽ പീഡനങ്ങളുണ്ടാകുന്നു, മതത്തിന്റെ പേരിൽ വർഗീയതയുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ മതമെന്ന സ്നേഹ സന്ദേശം, സമാധാന സന്ദേശം, പുരോഗമനപരമായ സന്ദേശം, ശാസ്ത്രീയമായ സന്ദേശം ജനങ്ങൾ അറിയാതെ പോവുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു വശത്ത് മതത്തെ വർഗീയതയാക്കുകയും മറ്റൊരു വശത്ത് ചൂഷണമാക്കുകയും വേറൊരു കൂട്ടർ അന്ധവിശ്വാസമാക്കുകയും ചെയ്തപ്പോൾ പുതിയ തലമുറ ഇതൊക്കെയാണ് മതമെങ്കിൽ ഈ മതം നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യ എന്ന് പറയാൻ തുടങ്ങി. ഇത് അശാസ്ത്രീയമാണ്, ഇത് അപ്രായോഗികമാണ്, ഇത് അകാലികമാണ്, മനുഷ്യന് പറ്റാത്തതാണ് എന്ന് പറഞ്ഞ് ദൈവനിഷേധികളായി പോകാൻ തുടങ്ങുമ്പോഴാണ്, അല്ല, നിങ്ങൾ ആലോചിക്കണം, ദൈവത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, സൃഷ്ടിപ്പിനെക്കുറിച്ച്, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, ഈ ലോകത്തെ സർവ്വ വസ്തുക്കളെയും കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മാറ്റമുണ്ടായി. ആ മാറ്റമാണ് മനുഷ്യനെ മതത്തിൽ ഒതുക്കി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ഒരു സന്ദേശം, മനുഷ്യ സൗഹാർദ്ദത്തിന് അനിവാര്യമായ ഒരു സന്ദേശം, ശാസ്ത്രബോധത്തിനും പുരോഗമന ചിന്തയ്ക്കും ആക്കം കൂട്ടുന്ന ഒരു സന്ദേശം എന്ന നിലക്ക് മതത്തെ കാണാൻ, മതദർശനങ്ങളെ കാണാൻ, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സമ്മേളനം. ഈ സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സ്നേഹബുദ്ധിയ ക്ഷണിക്കുകയാണ്. സാധാരണ നടക്കുന്ന സമ്മേളനങ്ങൾ ശക്തിപ്രകടനങ്ങളാവാറുണ്ട്. ഇതല്ല, ഇത് ഭക്തിയോടുകൂടിയുള്ള പഠനമാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കേരളത്തിന് പുറത്തും ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നതാണ് പ്രധാനം. അവസാനം ഒരു ഒത്തുചേരലും, ആ ഒത്തുചേരലിൽ
ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചുള്ള ജമാഅത്ത് നമസ്കാരവും ഖുർആൻ പഠന പരിപാടികളും പരിചയം പുതുക്കലുകളും ഇസ്ലാമികമായ പ്രദർശനം കാണലും എല്ലാം ഉണ്ടാകും. ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിൽ കോട്ടക്കലിൽ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നടക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സഹർഷം ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇത് ഒരു പുണ്യകർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും. നമ്മളോട് അർത്ഥഗർഭമായ വാക്കുകളിലൂടെ നമ്മളോട് സംസാരിച്ച ആദരണീയ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അവർക്ക് സംഘടനയുടെ പേരിൽ അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രമേയ വിശദീകരണത്തിനു വേണ്ടി നമ്മുടെ യുവ പണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയുമായ റാഫി പേരാമ്പ്ര അവരെ ആദരവോടെ ക്ഷണിച്ചോളൂ.